ചോക്ലേറ്റ് 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 ചോക്ലേറ്റ്. ഹായ് ചേട്ടാ, ചോക്ലേറ്റ് എനിക്ക് താ. ഈ പൊടി എവിടുന്നത്? എന്റെ ചോക്ലേറ്റാ. അച്ഛനെന്നല്ലേ നമുക്ക് എല്ലാവർക്കും ഓരോ ചോക്ലേറ്റ് കൊണ്ട് തന്നായിരുന്നല്ലോ. ഈ തുമ്പി അപ്പൊ തന്നെ എന്നായിരുന്നല്ലോ. എന്റെ ചോക്ലേറ്റ് ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു ഇന്ന് തിന്നാൻ വേണ്ടിട്ട്. ഇത് എന്റെ ചോക്ലേറ്റ്, എനിക്ക് തിന്നാൻ വേണ്ടിട്ടുള്ള. അയ്യോ, ഇപ്പൊ തരാൻ പൊന്നുമോൾക്ക് എന്റെ ചോക്ലേറ്റ്. ഓടി അവിടുന്ന്. നിനക്ക് എന്റെ ചോക്ലേറ്റ് ഞാൻ തരത്തില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ അച്ഛൻ ചോക്ലേറ്റ് ഇന്നലെ വാങ്ങിച്ചു കൊണ്ടുവന്നായിരുന്നല്ലോ. നിങ്ങൾ രണ്ടുപേരും അപ്പൊ തന്നെ ചോക്ലേറ്റ് തിന്നില്ല. ഞാൻ എന്റെ ചോക്ലേറ്റ് നാളെ തിന്നാൻ വേണ്ടി മാറ്റി വെച്ചത്. എന്റെ ചോക്ലേറ്റ് എനിക്ക് തിന്നാനുള്ള അല്ലെ നിനക്ക് തരാനുള്ളല്ലേ? പൊടി അവിടുന്ന്. നീ തിന്നിരുന്നിട്ട് എനിക്ക് എന്താടി പറയണം? നീ ഒന്ന് പൊടിയായിരുന്നു. ഞാൻ മുറ്റത്ത് പോയാൽ മരച്ചോട്ടിന് പോയിരുന്നു ചോക്ലേറ്റ് തിന്നാൻ പോവാ. ചോക്ലേറ്റ് ചോക്ലേറ്റ് സൂപ്പർ ചോക്ലേറ്റ്. ഇവിടെ ഇരുന്നങ്ങ് ചോക്ലേറ്റ് കഴിക്കാം. ഹായ്, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ബാക്കിയും കൂടെ തിന്നാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്രയും പെട്ടെന്ന് ചോക്ലേറ്റ് തീർന്നു. അച്ഛനോട് വലിയ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് വരാൻ പറയുന്നത്. എന്തായാലും കൊള്ളാം. ആ കൺമണിമുളക് എന്റെ ഒരു തുള്ളി ചോക്ലേറ്റ് എടുക്കുന്നത് തിന്നില്ല മൊത്തം. ഇനി എഴുന്നേറ്റ് പോയിട്ട് അകത്തിരിക്കുന്ന എന്റെ ലേസും കൂടെ എടുത്ത് തിന്നാം. ഈ മരച്ചോട്ടി വന്നിരുന്ന് തിന്നാം. നല്ല രസമുണ്ട് ഈ മരച്ചോട്ടി ഇരുന്ന് വന്ന് തിന്നാൻ. എന്താണ് കൺമണിമുളക് നീ വിഷമിച്ചിരിക്കുന്നത്? ചേട്ടന് എന്താ ചോക്ലേറ്റ് തന്നില്ലേ? ലേസ് പച്ച ലേസ് പച്ച ലേസ്. പൊടി കൊടുക്കുന്നത് നിനക്കൊന്നും കൊണ്ട് തരാൻ വന്നതല്ലേ? ഇത് ഞാൻ മുറ്റത്ത് വരുന്ന കഴിക്കാൻ വേണ്ടി എനിക്ക് കൊണ്ടുവന്നത്. അച്ഛൻ ഇന്നലെ നമുക്ക് എല്ലാവർക്കും ലേസും ചോക്ലേറ്റും വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു. ഇവിടെ നീയും പിന്നെ ഇന്നലെ തുമ്പിയും പിന്നെ ലേസ് മൊത്തം കഴിച്ചു ചേർത്തില്ല. എന്റെ ലേസ് ഞാൻ ഇന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കഴിക്കാൻ വേണ്ടിട്ട്. ഇത് എന്റെ ലേസ്, എനിക്ക് തിന്നാൻ പോവാ. ശരിയാക്കൂടിന്ന് അതിനുള്ള കയ്യിലിട്ട് നല്ലൊരു അടി കൊടുത്തു. അതിനാണത് കരയുന്നേ. നീ അടിച്ചോ? എന്തിനാ മക്കളെ പാവം കൊച്ചിനെ അടിച്ചേ? അച്ഛൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇന്നലെ ലേസ് കൊണ്ടുവന്നില്ലായിരുന്നു. ഇവളും തുമ്പി ഇന്നലെ ലേസ് ഒന്ന് തീർത്ത്. എന്നിട്ട് ഇവള് എന്റെ ലേസ് വാങ്ങിച്ചിരുന്നു മൊത്തം. തുമ്പി ഇവള് ഇന്നലെ തന്നെ ലേസ് മൊത്തം തീർത്ത്. എന്നിട്ട് ഇവള് അടുത്ത എന്റെ ലേസ് എടുത്ത് തിന്നി. അതിന് നല്ല അടി കൊടുത്തു ഞാൻ. കണ്ണാ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവളെ അടിക്കല്ലേന്ന്. ഇവളെ എന്ത് സാധനം ഇനി എടുത്താലും ഞാൻ അടിക്കും. നിനക്ക് 2 അടിയുടെ കുറവ്. നിനക്ക് ശരിയാക്കി തരാം. അയ്യോ ഓടിക്കോ എന്റെ അമ്മേ. പൊക്ക പൊക്ക, പിന്നെ എപ്പോഴെങ്കിലും വരുമല്ലോ. സാരമില്ല മക്കളെ, ചേട്ടനല്ലേ. മക്കൾ അപ്പുറത്ത് വാ. എന്താ പറയുന്നത്? തുമ്പിയാണെങ്കിൽ മാമന്റെയും മാമിയുടെ വീട്ടിൽ പോയി. തുമ്പിയും കൂടെ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവളും കൂടെ എന്നെ സപ്പോർട്ട് ചെയ്യായിരുന്നു. ഈ തുമ്പിക്ക് ഏത് സമയത്താണ് മാമന്റെയും മാമിയുടെ വീട്ടിൽ പോകാൻ തോന്നിയത്? ഞാനും കൂടെ തുമ്പിയുടെ കൂടെ പോകണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയില്ല. തുമ്പി ഇനി നാളെ വരും. ആകെ ബോറടിക്കുന്നു. തുമ്പിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ സംസാരിച്ചിരിക്കായിരുന്നു. പക്ഷെ ശിവാനിയൊന്നും കാണുന്നില്ലല്ലോ. അവരെന്ത് ചെയ്യും? അവരെ നോക്കിയിട്ട് വരാം. എന്തോ പറയാനാ, അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരോട് ചോദിച്ചു നോക്കിയിട്ട്. അവരാണെങ്കിൽ എല്ലാവരും ടൂർ പോയിരുന്നു. ശിവാനി എല്ലാവരും കൂടെ എവിടെ ടൂർ പോയെന്ന്. ശിവാനി ശിവന്റെ അച്ഛനും അമ്മയും. എന്താ പറയാൻ, ആരും ഇല്ലല്ലോ കളിക്കാൻ. ബോറടിച്ച് കുത്തിയിരിക്കണം. എൻ്റെ അമ്മേ, എന്താ കളിക്കുന്ന ഒരു വഴി? എന്താ ഇപ്പൊ ചെയ്യുന്നേ? എന്താ ഒരു ഐഡിയ? എന്താ കളിക്കണ്ടേ? കാണുന്നവരെന്ത് വിചാരിക്കും? ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് വട്ടം കറി നിൽക്കുന്നു. ഇനി അകത്ത് കയറി പോവാ. പക്ഷെ എന്റെ ലേസ് പോയി വെറുതെ. ആ കൺമണിമോൾ എന്റെ ലേസ് മൊത്തം തീർത്ത്. അതിനോടൊന്ന് വലിയ പാക്കറ്റ് ലേസ് വാങ്ങിച്ചോണ്ട് വരാൻ പറയണം. ആ കൺമണിമോൾ എന്റെ ലേസ് മൊത്തം വാങ്ങിച്ചു തിന്ന്. അതിനുള്ളത് അവൾക്ക് കൊടുത്തില്ല. എന്താണെങ്കിലും എന്റെ പച്ച ലേസ് തന്നെ അവള് തിന്നല്ലോ. വേറെ ഏത് കളർ ലേസ് തിന്നാലും എനിക്ക് കുഴപ്പമില്ല. എന്നാൽ പച്ച ലേസ് തന്നെ അവള് തിന്ന്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലേവറല്ലേ പച്ച ലേസ്. എനിക്ക് ശരിയാക്കി തരാടി കൺമണി മോളെ. പക്ഷേ തുമ്പില്ലാത്തോണ്ട് വിഷമം വരുന്നു. ഞാനൊന്നും ഈ ബെഡിൽ ഇരുന്നാണെങ്കിൽ ഓരോ തമാശ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ ചിരിക്കുമായിരുന്നു. അവളങ്ങ് പോയപ്പോൾ വിഷമമായി. അവളെന്തായാലും നാളെ വരുമല്ലോ.
രാവിലെ മാമ കൊണ്ടുവിടാന്ന് പറഞ്ഞു. എന്റെ പൊന്നെ, ഇനി ആരോട് തമാശ പറഞ്ഞോണ്ടിരിക്കും? ആ കൺമണിമോളോട് എന്തേലും തമാശ പറഞ്ഞ അവള് ചിരിക്കും, അതുമില്ല. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബോറടിച്ചിട്ട് വയ്യ എൻ്റെ അമ്മേ. കുറച്ചു നേരം ഒന്ന് മുറ്റത്ത് പോയാലോ? ഞാനിപ്പോ എത്ര പ്രാവശ്യമായി മുറ്റത്ത് പോവാ? 3 പ്രാവശ്യത്തിന് മുകളിൽ ഞാൻ മുറ്റത്ത് പോയെന്ന് തോന്നുന്നു. എന്തായാലും മുറ്റത്ത് പോയി. ഇനി ഈ മരച്ചോട്ടി നിൽക്കാൻ നല്ല രസമുണ്ടല്ലോ. എന്റെ അമ്മയെ മഴ പെയ്യുന്നു. ഇതങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാതെ മഴ ഇത്ര പെട്ടെന്ന് പെയ്ത്. പറഞ്ഞതുപോലെ മഴക്കാലായി വരുമല്ലേ, സ്കൂളും തുറക്കാറായി. എന്തൊരു മഴ ഇത്. ഈ മരച്ചോട്ടി കയറി നിൽക്കാം. ഇപ്പൊ അകത്തോട്ട് ഓടി കയറാൻ പോയാൽ എന്റെ തല മൊത്തം നനയും, പിന്നെ പനിയും പിടിക്കും. അതുകൊണ്ട് തൽക്കാലം മരച്ചോട്ടിന്റെ ഇവിടെ നിൽക്കാം. ഇവിടെ നിന്ന് ഒട്ടും നനയത്തില്ല ഞാൻ. എന്റെ ഭഗവാനെ, ഇടി വെട്ടുന്നു. മിക്കാറും ഒരു ഇടി വന്നിട്ട് തല വന്ന് വീടും തോന്നല്ലോ. അങ്ങോട്ടോട്ട് പോകാനും പറ്റത്തില്ല, ഭയങ്കര മഴയും കൂടെയാ. മഴ ഇച്ചിരി ഒന്ന് കുറഞ്ഞെന്ന് തോന്നല്ലോ. ഇല്ല, ചെറുതായിട്ട് കുറഞ്ഞതേ ഉള്ളൂ. ഭയങ്കര മഴയുണ്ട് ഇപ്പോഴും. എനിക്ക് ഏത് സമയത്താണ് എന്താ മുറ്റിത്തിറങ്ങാൻ തോന്നിയത്. ഇവിടെ ഞാൻ അമ്മയെ വിളിച്ച അമ്മയും കേൾക്കത്തില്ല. അമ്മ അടുക്കളയിലല്ലേ. എന്റെ ഭഗവാനെ, ഏത് സമയത്താണ് മുറ്റിത്തിറങ്ങാൻ തോന്നിയത്? ആകെ പെട്ട് പോയല്ലോ. മഴയാണെങ്കിൽ ഒട്ടും കുറയുന്നില്ല, ദേഷ്യം വരുന്നു. എന്തൊരു മഴ ഇത്. കുറെ നേരമായാലും മഴ പെയ്യാൻ തുടങ്ങിയിട്ട്. വല്ല വെള്ളപ്പൊക്കത്തിന് വല്ല ഉള്ള മഴയാണോ ഇത്? എന്റെ അമ്മയെ പ്രളയം വല്ലതും വരുമോ? എന്റെ അമ്മയെ പേടി വരുന്നു. പ്രളയം വന്നാലും എനിക്ക് നീന്താൻ അറിയാം. കൺമണിമോൾക്ക് അറിയത്തില്ലല്ലോ നീന്താൻ. എനിക്ക് തുമ്പിക്ക് നീന്താൻ അറിയാം, കൺമണിമോൾക്ക് മാത്രം അറിയത്തില്ല നീന്താൻ. അച്ഛനും അറിയാം, അമ്മയ്ക്കും അറിയാം, എനിക്കും അറിയാം, തുമ്പിക്കും അറിയാം. പക്ഷെ കൺമണിമോൾക്ക് മാത്രം അറിയത്തില്ല. അവളെ കൂടെ നീന്തൽ പഠിപ്പിക്കണം. പക്ഷേ ഇതെന്തൊരു കഷ്ടം. അത് ഇങ്ങനെ മഴ പെയ്യുന്നു. മഴ ഒട്ടും തീരുന്നില്ലല്ലോ. എന്റെ അമ്മ ഇതേ ഇവിടെ വെള്ളം നിറയുന്നു. ഈ വെള്ളം പതിയപ്പതി വലുതായി വെള്ളമല്ലോ. ഈ മഴ നിൽക്കു പറഞ്ഞ അകത്ത് പോയിരുന്നു. എന്റെ അമ്മേന്റെ കാല് മൊത്തം മുക്കിയല്ലോ. മഴയാണെങ്കിൽ സാരമില്ല, അകത്തോട്ട് ഓടി പോവാ. വെള്ളം കുറഞ്ഞ് ഞാൻ പേടിച്ചു പോയി. ഞാൻ ഓർത്ത് വല്ല വെള്ളപ്പൊക്കം വല്ല വന്നു. അയ്യോ, അങ്ങനെ വെള്ളം കുറഞ്ഞ്. ഭാഗ്യം, ഒറ്റ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല ഇനി താഴെ. മഴ മൊത്തം തീർന്നോ? മഴ മൊത്തം തീർന്നു. ഇനിയും കുറച്ചു നേരം ഇവിടെ നിൽക്കാം. ആ വെള്ളം അങ്ങ് പൊങ്ങി വരുന്നുണ്ട്. അപ്പൊ ഞാനങ്ങ് പേടിച്ചു. ഞാൻ ഓർത്ത് വല്ല വെള്ളപ്പൊക്കം വല്ല വന്ന്. അല്ല, ഞാൻ എന്തിനും ഓടിക്കുന്നത്? എനിക്ക് നീന്തൽ അറിയാലോ. പക്ഷെ കൺമണികളുടെ കാര്യം പേടിക്കണ്ടേ. പറഞ്ഞാലും ഞങ്ങളുടെ ഇവിടെ 2 നിലയല്ലേ. ഏറ്റവും മേലെ അങ്ങ് പോയി നിന്നാൽ മതി. ആ വഴിക്ക് വല്ല വെള്ളം വരൂല. വെയിലൊന്നും കാണുന്നില്ലല്ലോ. വെയിലൊന്നും ഇല്ലേ. അങ്ങ് ആകാശത്ത് നല്ല കാർമേഘം ഉണ്ടല്ലോ. മഴ മിക്കവാറും അടുത്ത് തകർത്തു വരും. ഇപ്പൊ പെയ്തത് ഒരു കുഞ്ഞു മഴയാ. ഇനിയും പെയ്യാൻ പോകുന്നത് എന്റെ പൊന്നെ 2-3 മണിക്കൂറെങ്കിലും കാണുമല്ലോ. എന്തൊരു വലിയ മഴയാ വരുന്നേ. വലിയ ആന പോലത്തെ കാർമേഘം ഇരുണ്ട് കറുത്തങ്ങ് ഇരിക്കുന്നു. പുക പോലെ കറുത്തങ്ങ് ഇരിക്കുന്നു. എന്റെ അമ്മ, ഇത് എന്തുവാണത്? മനുഷ്യന് പേടി വന്നിട്ട് വയ്യ. അകത്തങ്ങ് കയറി പോവാ. എന്റെ അമ്മയെ, കാർമേഘം വരുന്ന വെറുതെ കണ്ടോ? എന്തോ കറുത്തിരിക്കുന്നത് കണ്ടിച്ച് എന്നെ പേടി വരുന്നു. വല്ല പ്രേതമല്ല ആണോ ഇത്? എന്താടാ സാധനം വരുന്നത്? വല്ല സുനാമി മറ്റാണോ? പറഞ്ഞ സുനാമിയുടെ കളർ ഇതൊന്നും അല്ലല്ലോ. വേറെ എന്താണ്ട് കളർ സുനാമി. ഇത് എന്തായാലും കാർമേഘം തന്നെ. എന്റെ അമ്മ ഇടി വെട്ടുന്നുണ്ടല്ലോ. ഓടി അകത്ത് കയറാ. മക്കളെ എവിടെ നിപ്പുണ്ടായിരുന്നോ? അല്ലേ മക്കളെ തന്നെ പേടിച്ചിരിക്കുന്നേ. ആകാശത്താണ് നല്ല കാർമേഘം. അത് കണ്ടിട്ട് ഞാൻ പേടിച്ചോടി വന്നതാ. അയ്യോ, കരിക്കട്ട പോലത്തെ മേഘം തകർത്ത് വരാണെന്ന് തോന്നി ഇന്ന് മഴ. ശരിയും മക്കളെ, മഴക്കാലൊക്കെ ആയില്ലേ. ഇപ്പൊ കൊറേ സ്ഥലത്തൊക്കെ വെള്ളം കയറിയെന്ന വാർത്തക്കകത്ത് കാണുന്നേ. അമ്മ, നമ്മുടെ വീട്ടിലോട്ടൊക്കെ വെള്ളം കയറുമോ? ഇല്ല മക്കളെ, നമ്മുടെ വീട്ടിലോട്ടൊന്നും വെള്ളം കയറത്തില്ല. അമ്മ, നമ്മുടെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഒരു സുനാമി ഉണ്ടായാലും നമ്മുടെ വീട് വരെ എത്തുമോ? ഇല്ല മക്കളെ, നമ്മുടെ വീടാണെങ്കിൽ 12 കിലോമീറ്റർ ദൂരെയല്ലേ കടലിൽ നിന്ന്. അതുകൊണ്ട് ഒരിക്കലും സുനാമി ഇങ്ങോട്ടൊന്നും വരത്തില്ല. ആ കാർമേഘമാണെങ്കിൽ ആകാശത്തോട് വരുന്നുണ്ടെങ്കിൽ ഞാൻ പേടിച്ചു. ഏർത്തോലെ ആകാശം മുട്ട് സുനാമി വരെ വന്ന് കാണുന്നു. മക്കളെ, അങ്ങനെ ആകാശം മുട്ടിയാൽ സുനാമി ഒന്നും വരത്തില്ല മക്കളെ. അതിന് കുറച്ച് മീറ്റർ കാണത്തുള്ളൂ. മക്കളെ, അമ്മയ്ക്കാണെങ്കിൽ അടുക്കള കുറെ ജോലിയുണ്ട് കേട്ടോ. അമ്മയാണെങ്കിൽ അടുക്കളയിൽ പോവാ. ശരി അമ്മേ. അല്ലെങ്കിൽ ഞാനോട് വരാം. എന്നാ മക്കളും കൂടെ വാ. ഈ കണ്ണുമ്മള് തപ്പ കിടന്ന് ഉറങ്ങി. ഇവളെ ബെഡിനകത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് താഴോട്ടെ ഒന്ന് വീഴത്തില്ലേ? ഞാനും എൻ്റെ ബെഡേ കയറി കിടന്ന് ഉറങ്ങാം. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാനിവിടെ കിടക്കുവാണെങ്കിൽ ഇവള് വീഴത്തില്ല. ഞാനിത് കിടന്ന് ഉറങ്ങാം. ഇനി രക്ഷപ്പെട്ട്. കൺമുഴമ്പൾ ഇനി അനങ്ങത്തില്ല അവിടുന്ന്. ഇനി ഇവളിനി എന്നെ ചവിട്ടി താഴെ ഇടുവാവോ? ഇവൾക്ക് അതിനൊന്നും ശക്തിയൊന്നും ഇല്ല. എനിക്ക് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഇനി കിടന്ന് ഉറങ്ങട്ടെ. ഇനി പിന്നെ കാണാം.